ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് സദ്യയിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ്. ഇത് നല്ല നാടൻ രീതിയിൽ രുചികരമായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കൂട്ടുകറി തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കടല ഇട്ട് കൊടുക്കുക. പുട്ടിനെടുക്കുന്ന കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 7-8 മണിക്കൂർ ഇത് കുതിർത്തെടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി സമയം കൊണ്ട് കുതിർന്ന് കിട്ടും. 8 മണിക്കൂർ കുതിർത്ത കടലയാണ്. കുതിർന്ന കടല 2 ദിവസം ഞാൻ ഫ്രിഡ്ജിൽ വെള്ളം മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് മുള വെച്ച കടലയാണ് ഞാൻ ഇതിന് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മുള വെക്കണ്ടെന്നുണ്ടെങ്കിൽ കുതിർത്ത കടല ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുക. മുളച്ച് കഴിഞ്ഞാൽ അതിൽ വൈറ്റമിൻസ് കൂടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കി പ്രഷർ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കേട്ട് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ കേൾപ്പിക്കണം. 1 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് 3 വിസിലൂടെ കേൾപ്പിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ കേട്ടിട്ടുണ്ട്. ടോട്ടൽ 4 വിസിൽ കേട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ കുറഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഒരു പാത്രം അടപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ചേന ചേർത്ത് കൊടുക്കാം. ഇട്ട് കൊടുക്കുക. 1 കപ്പ് പച്ചക്കായ. ഞാൻ എടുത്തിരിക്കുന്നത് പച്ച ഏത്തക്ക അല്ലെങ്കിൽ നേന്ത്രക്കായ എന്നൊക്കെ പറയും. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് കായ ആയാലും മതി. നേന്ത്രക്കായാണ് സാധാരണ ഇതിന് ചേർക്കുന്നത്. 1 കപ്പ് വെള്ളരിക്ക ചെറുതായി കട്ട് ചെയ്തത്. വെള്ളരിക്കയാണ് ഞാൻ ചേർക്കുന്നത്. വെള്ളരിക്കയ്ക്ക് പകരം കുമ്പളങ്ങ വേണമെങ്കിലും ചേർക്കാം. 1 കപ്പ് വെള്ളരിക്ക. കഷണങ്ങളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് വേവും കൂടും. 1 തണ്ട് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് മൂടി ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് എടുക്കും വേവാൻ. ഇത് വേവുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പേ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ എടുക്കുക. വെളിച്ചെണ്ണയാകുമ്പോൾ നല്ല നാടൻ ടേസ്റ്റൊക്കെ കിട്ടും. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് വറക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കടുകൊക്കെ പൊട്ടി തീർന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഉഴുന്നുപരിപ്പ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക. ഉഴുന്നുപരിപ്പ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 തണ്ട് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. 2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിൽ 1-ലിട്ട് 1-2 സെക്കൻഡ് കറക്കി എടുത്തതാണ്. അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തേങ്ങ മൂത്ത് കിട്ടും ഒരുപോലെ. അതല്ല നമ്മൾ ചിരകുന്ന പടുതിയിൽ
തേങ്ങ വറുത്ത് കഴിഞ്ഞാൽ വലിയ പീസെല്ലാം മൂക്കാതെയും കിടക്കും, ചെറിയ പീസ് മൂത്തും പോകും. ഇതൊരു എളുപ്പ വഴിയാണ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ നമുക്കിത് ഇളക്കി മൂപ്പിച്ചെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നിന്ന് 1/3 ഭാഗം നമുക്കിനി മാറ്റാം. ഉണ്ട്, 1/3 ഭാഗം നമുക്കിതിന് കോരിയെടുക്കാം. ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരണം. ഇനി 2 ഭാഗമുണ്ട്. അത് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് 1/3 ഭാഗമാണ് നമ്മളിത് മാറ്റിയിരിക്കുന്നത്. ഇനി 2 ഭാഗമുണ്ട്. ഇനി ഇതിലേക്ക് ഈ 2 ഭാഗം ഇനി ബാക്കിയുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് ഗ്യാസ് ഓഫാക്കാം. കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ആവണം. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ചൂടിലിരുന്ന് നമുക്ക് ഒന്നുകൂടി ഇത് മൂത്ത് കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാൻ്റെ ചൂടിലിരുന്ന് കുറച്ചുകൂടി മൂത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്ക് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിഞ്ഞ് മാറ്റാം. തേങ്ങ വറുത്തത് 1/3 നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചുകൊണ്ടുവരാം. ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചേന നോക്കട്ടെ. ചേനയൊക്കെ വെന്തിട്ടുണ്ട്. ചേനയ്ക്ക് വേവ് കൂടുതലാണ് കേട്ടോ. ചില ചേന പെട്ടെന്ന് വേവും, ചിലത് കുറച്ച് വേവ് കൂടുതലാണ്. അന്നേരം അതനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വേവുന്ന ചേനയായിരുന്നു എൻ്റെത്, അതുകൊണ്ട് ഇത്രയും കുടഞ്ഞു പോയി ചേന. ഇനി നമുക്കതിലേക്ക് വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അരപ്പ്. രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കുക. നമ്മുടെ കൂട്ടുകറിക്ക് എപ്പോഴും ഒരു ചെറിയ മധുരം കാണും കേട്ടോ. അതിനായി ശർക്കര ടേസ്റ്റ് കൂടും. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി നമുക്കിനി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 ഭാഗം മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കൂട്ടുകറിക്ക് അതാ ഇത്രയും ടേസ്റ്റ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം എല്ലാം കൂടെ. ഇങ്ങനൊരു കുഴഞ്ഞ ഒരു പരുവമാണ് നമ്മുടെ ഈ കൂട്ടുകറിക്ക്. കൂടുതൽ വെള്ളമൊന്നും ചേർക്കത്തില്ല. ഇങ്ങനെ കുഴഞ്ഞിരിക്കും. ഇത് ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയാവും. ഉപ്പൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. സദ്യയ്ക്കൊപ്പം വിളമ്പാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.